നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിൽ ഇറ്റാലിയൻ ഫുട്ബോളിൻ്റെ മാനം കാത്തിരിക്കുന്നു അറ്റലാന്റ. ഇന്റർ മിലാനും യുവൻറ്റസും ഒക്കെ വീണുപോയിടത്ത് അവരിതായി യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. അതും ആദ്യപാദ മത്സരത്തിൽ 2-0 പുറകിൽ പോയതിന് ശേഷമാണ് അവർ ഈ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. 4-1 വിജയമാണ് അറ്റ്ലാന്റോ ബെർഗാമോയിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിന് മേൽ നേടിയിരിക്കുന്നത്. അഗ്രിഗേറ്റ് 4-3 വിജയത്തോടെ അവരിതാ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നുപോയിരിക്കുന്നു. വലിയ കടം വീട്ടാനുണ്ട്, അതും ഡോട്ട്മുണ്ടിനെ പോലൊരു ടീമിനോട്. തുടക്കം മുതലേ അറ്റലാന്റ പണി തുടങ്ങിയിരുന്നു. 5-ാമത്തെ മിനിറ്റിൽ ജിയാൻ ലൂക്കാസ് കമാക്കയിലൂടെ അവർ ആദ്യ ഗോൾ അടിച്ചിരുന്നു. 45-ാമത്തെ മിനിറ്റിൽ ഡേവിഡ് സെബക്കോസ്റ്റയിലൂടെ അവർ 2ാമത്തെ ഗോളും നേടി. കടമങ്ങ് വീട്ടിക്കഴിഞ്ഞു. പിന്നാലെ മാരിയോ പെസാലിച്ചിൻ്റെ ഗോൾ 57-ാമത്തെ മിനിറ്റിൽ വന്നതോടെ അവർ കളി പിടിച്ച് കഴിഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ അങ്ങ് കീഴടങ്ങാൻ ഡോട്ട്മുണ്ട് തയ്യാറായിരുന്നില്ല. അടയമയിലൂടെ ഗോളടിച്ചുകൊണ്ട് അഗ്രിഗേറ്റ് 3-3 എത്തിച്ചു. ഒടുവിൽ അവസാന ഘട്ടത്തിൽ ലസാർ സ്മാഡിച്ചിലൂടെയാണ് അറ്റ്ലാന്റ പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് വിജയം പിടിക്കുന്നത്. അവസാന ഘട്ടത്തിൽ റെഡ് കാർഡുകൾ പുറത്തെടുക്കേണ്ടി വന്നിരുന്നു റഫറിക്ക്. ഏതായാലും അറ്റ്ലാന്റ ആ കടമങ്ങ് വീട്ടി വിജയിച്ച് കയറിയിരിക്കുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുന്ന ഇത്തവണത്തെ ഏക ഇറ്റാലിയൻ ടീമായിട്ട് അവർ മാറുകയും ചെയ്തിരിക്കുന്നു. അതേസമയം നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള PSG മൊണോക്കോയെ മറികടന്ന് പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയിട്ടുണ്ട്. മൊണോക്കോയുമായിട്ട് ഇന്നലെ നടന്ന മത്സരം 2-2 സമനിലയായിരുന്നു. അഗ്രിഗേറ്റ് 5-4 വിജയത്തോടെയാണ് PSG മുന്നോട്ട് പോകുന്നത്. ഈ കളിയിൽ PSG ഗോളുകൾ നേടിയത് മാർക്കിഞ്ഞോസും കിച്ച കാഡസ്കേലിയുമായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.